നമ്മൾ വിജയിച്ച ആൾക്കാരുടെ കഥകൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. പരാജയപ്പെട്ട ആളുകളുടെ കഥകൾ നമ്മളാരും പറയാറുമില്ല, അവരെ നമ്മളാരും കെയർ ചെയ്യാറുമില്ല. 2024 പ്രഥം സർവേ പ്രകാരം കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൽ 30% കുട്ടികൾക്ക് മാത്രമാണ് 2 നമ്പർ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അറിയാം. നമ്മൾ കുട്ടിയുടെ ഫ്യൂച്ചർ ഏതെങ്കിലും ഒരു സ്കൂളിൽ കൊണ്ടുപോയി നല്ല സ്കൂളിൽ നല്ല ഫീസ് കൊടുത്ത് ചേർത്തത് കൊണ്ട് മാത്രം കുട്ടി ബെറ്ററായി വരും എന്നുള്ളത് നമ്മൾ ആരും വിചാരിക്കേണ്ട, സ്വപ്നം കാണണ്ട. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നാണല്ലോ പൊതുവേ നമ്മൾ പറയാറ്. അങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലോകത്ത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ കുട്ടികളെ സഹായിക്കുന്ന ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ ഓണറാണ്, ഫൗണ്ടറാണ്, CEO ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. X&Y ലേണിംഗിൻ്റെ ഫൗണ്ടർ CEO അജ്മൽ. വെൽക്കം ടു മൈ ബ്രാൻഡ്, മൈ പ്രൈഡ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ബ്രാൻഡിന്റെ മുതലാളിയെ കുറിച്ച് പറയാം. അജ്മലിനെ കുറിച്ചൊരു ഇൻട്രോ വരൂ. ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. 2010 IIT മദ്രാസിൽ ജോയിൻ ചെയ്തു. അപ്പൊ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഉണ്ട്. ഞാൻ കേരള എൻട്രൻസിലൊക്കെ ഒരു ടോപ്പ് 10 ഉള്ളിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. ഒരു ബുജിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഡിസൈൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ 5 ഇയർ ഡുവൽ ഡിഗ്രി പ്രോഗ്രാം IIT മദ്രാസിൽ കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ഇന്റലിൽ ജോയിൻ ചെയ്തു. ഇന്റലിൽ ഡിസൈൻ ലീഡായിരുന്നു ഒരു 9 ഇയേഴ്സോളം. അതിനിടയിലാണ് X&Y ലേണിംഗ് എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് അറൌണ്ട് 2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം കുട്ടികളെ നേരത്തെ തന്നെ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, അവരെ നല്ല സ്ഥലങ്ങൾ, നല്ല യൂണിവേഴ്സിറ്റികളിൽ എത്തിക്കുക, അക്രോസ് ദ ഗ്ലോബ്, എസ്പെഷ്യലി ഇൻ ഇന്ത്യ ആൻഡ് അക്രോസ് ദ ഗ്ലോബ് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് റീസെന്റ് ഐ റിസൈൻ ഫ്രം ഇന്റലിലെ ജോലിയൊക്കെ ഉപേക്ഷിക്കുന്നത് ഒരു 2-3 months ആയി. അപ്പൊ X&Y ലേണിംഗ് തുടങ്ങിയിട്ട് എത്ര കാലമായി? X&Y ലേണിംഗ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 4 years ആവുന്നു. ഓ, അപ്പൊ ജോലിയുടെ കൂടെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്? ജോലിയുടെ കൂടെയാണ് നമ്മൾ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ആൻഡ് നമ്മൾ ഒരു 10 സ്റ്റുഡൻസിനെ വെച്ചാണ് തുടങ്ങിയത്. റൈറ്റ് നൗ വി ഹാവ് ഗ്രോൺ ഇൻ ടു 3000+ സ്റ്റുഡൻസ് അക്രോസ് ദ ഗ്ലോബ് ആൻഡ് 150+ സ്റ്റാഫ്. അപ്പോൾ എനിക്ക് തോന്നി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ഐ സ്റ്റെപ്പ് ഡൗൺ. മനസ്സിലായി. ഓക്കെ, അപ്പം ഇപ്പൊ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുന്നത് വി ലിവ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, അങ്ങനത്തെ സ്ഥലം ഒരുപാടുണ്ട്. വാട്ട് മേക്സ് X&Y ലേണിംഗ് യുണീക്ക് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതായത് നമ്മൾ ഒരു കേരളത്തിന്റെ ഒരു സ്പെസിഫിക് സിനാരിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കേരളത്തെ കുറിച്ച് എന്താ ആലോചിക്കുന്ന എഡ്യൂക്കേഷനിൽ നമ്മൾ അടിപൊളിയാണ്, നമ്മൾ ഒരു 100% ലിറ്ററേറ്റ്. അതെ, ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സ് ഒക്കെ വെച്ച് നോക്കിയാൽ ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഹെൽത്തിലൊക്കെ കേരളം വളരെ മുമ്പിലാണ്. ഈവൻ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾസിൽ പോയാൽ പോലും മേ ബി ഒരു പ്രൈവറ്റ് സ്കൂൾസിനെ വെല്ലുന്ന ഇൻഫ്രാസ്ട്രക്ചർ പലയിടങ്ങളിലുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. എനിക്ക് കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ലക്ഷ്യമായി തോന്നിയിട്ടുള്ളത്, ജനറലി നമ്മൾ പല ലക്ഷ്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ഫ്യൂച്ചർ റെഡിയാക്കുക, അവരെ നല്ല കരിയേഴ്സിൽ എത്തിക്കുക, അതേപോലെ തന്നെ അവരെ നല്ല മോറൽ വാല്യൂസ് ഉള്ള നല്ല സിറ്റിസൺസ് ആക്കി മാറ്റുക, ഇങ്ങനെ പല ലക്ഷ്യങ്ങൾ, എല്ലാവർക്കും ഏറിയും കുറഞ്ഞ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരെയും ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. ഇതൊന്നുമല്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മേ ബി ഇപ്പം ഞാൻ 2007 ഞാൻ SLC എക്സാം കഴിയുന്നത്. ഓക്കെ, അന്ന് 4.5 ലക്ഷം ആളുകളാണ് SLC എക്സാം എഴുതിയത്. അതിൽ 4000 ആളുകൾക്കായിരുന്നു മുഴുവൻ A+ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് ലെസ് ദാൻ 1% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. കഴിഞ്ഞ വർഷം SLC എക്സാം കഴിഞ്ഞിട്ട് 71,000 ആളുകൾക്കാണ് മുഴുവൻ A+ കിട്ടിയിട്ടുള്ളത്. മേ ബി ഒരു 60% 70% വിജയ ശതമാനം ഉണ്ടായിരുന്നത് നമ്മൾ 99.8 or 9 നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താണ് എഡ്യൂക്കേഷൻ ലക്ഷ്യം എന്നുള്ളത്? അതായത് നമുക്ക് ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ ഇൻഫർ ചെയ്യാം. അതായത് 1% നിന്ന് 17% A+കാരാകുമ്പോൾ ഒന്നുകിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം 17 ടൈംസ് ഇംപ്രൂവ് ചെയ്തു. അതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളിപ്പോഴും എന്താണ് ഇത്തവണത്തെ 8ാം ക്ലാസ് പരീക്ഷയിൽ ഒരു ഓൾ പാസ് സിസ്റ്റം ഒഴിവാക്കിയപ്പോൾ ആകെ മന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം വെറും 20% കുട്ടികളാണ് പാസ്സായത് ഇത്തവണ, ലൈക്ക് ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? മാറ്റം വന്നിട്ടുള്ളത്. അവിടെ നമ്മളെല്ലാവരെയും ഹാപ്പിയാക്കാൻ, എല്ലാവരെയും പാസ്സാക്കുക,
എല്ലാവർക്കും A+കൾ വാരിക്കോരി കൊടുക്കുക. അപ്പോൾ കുട്ടി ഹാപ്പിയാണ്, അവരുടെ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വരുമ്പോൾ പാരൻസ് ഹാപ്പിയാണ്, സ്കൂളുകൾക്ക് ഫ്ലെക്സ് ഒക്കെ അടിച്ച് വെക്കാൻ പറ്റും, അപ്പോൾ സ്കൂൾസ് ഹാപ്പിയാണ്. 99% വിദ്യാഭ്യാസ വിജയ ശതമാനം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഹാപ്പിയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പിനെസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. ഇവിടെ ആക്ച്വലി മിസ് ഔട്ടായി പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ IIT മദ്രാസിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് പ്രോബ്ലി എൻ്റെ വില്ലേജിൽ നിന്ന് IIT എത്തുന്ന ഒരു ഫസ്റ്റ് ആളായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഫസ്റ്റ് കാലത്തെ ഒരു IIT റിസൾട്ട്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു സദേൺ കേരള, നമ്മൾ കൊച്ചിയിൽ നിന്ന് സംസാരിക്കുന്നത്, കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്നൊക്കെയാണ് കൂടുതൽ റിസൾട്ട്സ് വന്നിരുന്നത്. അപ്പം ഞാൻ ജനിച്ചു വളർന്ന മലപ്പുറം, കോഴിക്കോട് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എൻ്റെ ഒരു വില്ലേജിൽ നിന്നൊക്കെ വന്നൊരു ഫസ്റ്റ് ആൾ ഞാനായിരിക്കും. അവിടെ എത്തിയപ്പോൾ ഞാൻ IIT മദ്രാസിലോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവിടെ കുറേ തമിഴന്മാരൊക്കെ ആയിരിക്കും, കാരണം തമിഴ്നാട്ടിലാണല്ലോ. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് IITസിൽ ഏറ്റവും കൂടുതലുള്ളത് ആന്ധ്ര തെലങ്കാന റീജിയൻസ് നിന്ന് വരുന്ന ആളുകളാണ്, പിന്നെ രാജസ്ഥാൻ എന്നൊക്കെ വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ മലയാളികളൊക്കെ വളരെ കുറവാണ്. അതായത് നമ്മൾ ഒരു 2022 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 17,000 IITസിലുള്ള സീറ്റ്സിൽ എത്തിപ്പെട്ട മലയാളികളുടെ എണ്ണം വെറും 200-ൽ താഴെയാണ്, 180 ആണ്. ഓക്കെ, അതായത് അറൌണ്ട് 1% മാത്രം. നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 3% പോപ്പുലേഷൻ മലയാളികൾ, 3.5%. അപ്പോൾ നമ്മൾ ഇത്രയും എഡ്യൂക്കേഷനിൽ അടിപൊളിയായിട്ടുള്ള നമ്മൾ എന്തുകൊണ്ട് ഇതേപോലത്തെ ഒരു എക്സാമിൽ നമ്മൾ അണ്ടർ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു നല്ല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് നമ്മുടെ കുട്ടികൾ എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കാര്യമുണ്ട്. ഇപ്പൊ നേരത്തെ മഞ്ജു ചോദിച്ചതുപോലെ ഇവിടെ ഒരുപാട് എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, ഒരുപാട് വർഷങ്ങളുടെ ലെഗസിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ വന്നിരുന്നൊരു ചോദ്യമാണ്. ആൻഡ് ദർ ഈസ് സംതിങ് റോങ്, വെരി ഡീപ്ലി റോങ് വിത്ത് അവർ സ്റ്റേറ്റ് എന്നുള്ളത്. അതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി X&Y ലേണിങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത്. ഇവിടെ ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സും മറ്റൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കണം, അതിനെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ഫ്യൂച്ചറാണ് അവർക്ക് ബേസിക്കലി നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ കുട്ടികൾക്കാണ് ഇതിൽ അൾട്ടിമേറ്റ്ലി നഷ്ടം വരുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം കുട്ടികൾ അബ്രോഡ് ഏജൻസികളിലൂടെ പുറത്തു പോകുന്നു എന്നുള്ളത് നമ്മൾ ഇതിന്റെ കൂടെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം എത്രയോ പൊട്ടൻഷ്യലുള്ള കുട്ടികൾ ഉണ്ടായിട്ടും അവർക്ക് അവരുടെ ആക്ച്വൽ ഡ്രീംസിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിന്റെ വലിയൊരു റിയാലിറ്റിയാണ്. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ മിസ് ഔട്ട് ആയി പോകുന്ന പോയിന്റുകൾ മാക്സിമം കുട്ടികൾക്ക് കൊടുത്ത് അവരെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് X&Y ലേണിംഗിന്റെ. അത് എന്തുകൊണ്ട് മിസ് ഔട്ട് ആയി പോകുന്നു എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യമുണ്ട്. ഇപ്പൊ അതവിടെ പോസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം അജ്മൽ എന്നെ പറഞ്ഞ നമ്മുടെ സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. ഇപ്പോൾ അജ്മൽ ആസ് എ സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഓൺട്രപ്രണർ ആയിട്ട് നിൽക്കുമ്പോഴും ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിലുള്ള ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മിസ് ഔട്ട് ആയി പോകുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്കൊരു ലക്ഷ്യബോധം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ഇപ്പോൾ ഈ എല്ലാവരും ജയിച്ചു പോകാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിലെന്താ ആക്ച്വലി സംഭവിക്കുന്നത്? ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ പേഴ്സണലി ഡൗട്ട് ചോദിക്കാൻ, എസ്പെഷ്യലി ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ റൺ ചെയ്യുന്നതുകൊണ്ടും ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഇപ്പോൾ 10th 12th ഒക്കെ എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? അതായത്, സാർ ഞാൻ ഏത് കോഴ്സിന് പോകണം? ഡെഫിനറ്റ്ലി. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് നിനക്ക് ബെറ്റർ ചെയ്യാൻ പറ്റുന്നത്? കാരണം നമ്മൾ അയാളെ അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആ കുട്ടി പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, കാരണം ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നിനക്ക് എല്ലാ വിഷയത്തിലും എത്ര മാർക്കുണ്ട്? എനിക്ക് എല്ലാത്തിലും A+ ഉണ്ട്. എല്ലാത്തിലും A+ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനറിയില്ല അവൻ എവിടെയാണ് അവൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അവൾക്ക് എവിടെയാണ് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഒരു വീക്ക് പോയിന്റ് ഒന്നും അറിയില്ല. ഇത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് എല്ലാവർക്കും ഒരുപാട് മാർക്ക് കൊടുക്കുക എന്നുള്ളതല്ലോ. അൾട്ടിമേറ്റ്ലി വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളും കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകണം, എല്ലാവരും IIT പോകണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് പോകാൻ ടാലന്റ് ഉള്ള ആളുകളെ നമുക്ക് നേർച്ചർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നല്ലൊരു സയൻസ് കോഴ്സിന് പോകാൻ താല്പര്യമുള്ള കുട്ടിയെ നേർച്ചർ ചെയ്യാൻ നമുക്ക് പറ്റണം. അതിന് നമ്മുടെ കുട്ടിയുടെ ടാലൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഈ ടാലൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ ടാലൻസ് ഐഡന്റിഫൈ ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ പ്രോബ്ലം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി, അല്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലായി ഐ എം ബെറ്റർ ഫോർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ മെഡിസിൻ, അല്ലെങ്കിൽ സയൻസ്, അല്ലെങ്കിൽ സിവിൽ സർവീസസ്. രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത്, ഇതിന് നമ്മുടെ കുട്ടികൾ എത്രത്തോളം റെഡിയാണ് എന്നുള്ളതാണ്. ഒരു 10th ശേഷം, ഒരു 12th ശേഷം നമ്മളിത് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ ഈ എക്സാമിന് പോകാൻ
എത്രത്തോളം റെഡിയാണ്. കാരണം ഇന്ത്യ എന്നുള്ളത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അൾട്ടിമേറ്റ്ലി. ഇപ്പൊ നീറ്റ് എക്സാം എടുക്കുക, MBBS വേണ്ടിയിട്ടുള്ള 24 ലക്ഷം സ്റ്റുഡൻസ് ആണ് നീറ്റ് എക്സാം ഓരോ വർഷം എഴുതുന്നത്. ആൻഡ് ദർ മൈറ്റ് ബി ഒരു 50,000 ഗവൺമെന്റ് MBBS സീറ്റ്സ് ആണ് ഉള്ളത്. അവിടെ ആ 50,000 സീറ്റ്സിലോട്ടാണ് 24 ലക്ഷം ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ നാടിന്റെ ഒരു റിയാലിറ്റിയാണ്. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ഈവൻ JEE ആണെന്നുണ്ടെങ്കിൽ 15 lakhs ആളുകൾ എഴുതുന്നു. അതിൽ നിന്ന് IITസിൽ മേ ബി ഒരു 17,000-18,000 സീറ്റ്സും NITസിൽ വേറൊരു 30,000 സീറ്റ്സും ആണ് ഉള്ളത്. 50,000 സീറ്റ്സിലാണ് എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നത്. ഈ കോമ്പീറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ പാരൻസിന്റെ ജനറലുള്ള മനോഭാവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 10th കഴിഞ്ഞ് അല്ലെങ്കിൽ 12th കഴിഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിച്ച് തുടങ്ങാം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഇത്ര അധികം വലിയൊരു ബിസിനസ്സായി വരുന്നത്. അതായത് 12th ശേഷം കുട്ടിയെ എവിടെയെങ്കിലും കൊണ്ടുപോയാക്കണം, എന്നിട്ട് 1, 2, 3, 4 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ എനിക്കറിയാം. ഇത് ആക്ച്വലി വളരെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 2 കൊല്ലം +1 +2 ഒരു കുട്ടി കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, എന്നിട്ട് അടുത്ത ഒരു വർഷം ഈ കുട്ടിയോട് പറയാണ് ഈ 2 എണ്ണം കൂടി ഈ 2 വർഷത്തോടുകൂടി നീ എന്ത് ചെയ്യണം, ഒരു വർഷം കൊണ്ട് പഠിക്കും. അപ്പൊ നമ്മൾ സാധാരണ കുട്ടിയുടെയും പാരന്റ് എന്താ, ഒരു വർഷം ഇതിനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ലോജിക്കലല്ല. കാരണം ഒരു വർഷം പഠിക്കാനുള്ളത് 2 വർഷത്തെ കണ്ടന്റ് ആണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഈ ഒരു ലൂപ്പിലാണ്. ഇതിലോട്ട് പോകുന്നതോടുകൂടി കുട്ടി ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആവും. പിന്നെ അവന് പലയിടത്തും എത്താൻ സാധിക്കുന്നില്ല. നമ്മൾ വിജയിച്ച ആൾക്കാരുടെ കഥകൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. പരാജയപ്പെട്ട ആളുകളുടെ കഥകൾ നമ്മളാരും പറയാറുമില്ല, അവരെ നമ്മളാരും കെയർ ചെയ്യാറില്ല. ശരിയല്ലേ? അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു വിഭാഗം കുട്ടികളൊക്കെ ഇവിടെ പരാജയപ്പെട്ടു പോവാണ് ഈ ഒരു സിസ്റ്റത്തിൽ. പകരം നമ്മളൊരു എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 18,000 സീറ്റിൽ ഏകദേശം 180 മലയാളികളാണ് ഓരോ വർഷവും IITസിൽ എത്തുന്നത്. ഇതേ നമ്പർ രാജസ്ഥാനിൽ എത്രയെന്നറിയോ? 2,100 ആണ്. നമ്മുടെ 10 times and more. ആന്ധ്ര, തെലങ്കാന 2 സ്റ്റേറ്റ്സും കൊടുത്ത 3,000+ ആണ്. നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട് എടുത്ത 450+ ആണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ആക്ച്വലി ഇതിൽ ബെറ്റർ ആണ്. അവരെന്താ ചെയ്യുന്നത്? അവർ കുട്ടികൾക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു. മേ ബി നേരത്തെ അവർ ഇത്തരം എക്സാംസിന് വേണ്ടി കുട്ടിയുടെ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നു. ഈ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് അവർ കോമ്പീറ്റ് ചെയ്യും. നമ്മളിത് പറഞ്ഞാൽ ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷനാണ്. നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളകളായിട്ട് അല്ലെങ്കിൽ മൂക്കില്ല രാജ്യത്തെ മുറുമൂക്കൻ രാജാക്കന്മാരായിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരുന്ന കുട്ടികളോടാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു കറക്ഷൻ ആവശ്യമുണ്ട്. നല്ല കുട്ടികളെ, ടാലന്റുകളെ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് ആ ടാലന്റുകളെ ഒരു നെക്സ്റ്റ് ലെവൽ വേൾഡിന് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ റെഡി ആക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ X&Y ലേണിംഗ് ഒരു 6th മുതൽ 10th വരെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമുക്ക് ഈവൻ ഒരു ഒരു റവന്യൂ ബേസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ നമുക്കും ഒരു IIT ടാഗ് ഒക്കെ വെച്ചിട്ട് നേരെ ഒരു റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം തുടങ്ങുന്നതായിരിക്കും. ഞാൻ IIT-കാരനാണ്, ഇവിടെ വന്നോളൂ, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നതായിരിക്കും നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ, ഫൈനാൻഷ്യലി ലാഭം. പക്ഷെ ഞങ്ങൾ ഇതുവരെ അത് തുടങ്ങിയിട്ടില്ല. കാരണം വി ഹാവ് ടു, എന്താ പറയുക, നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ബേസ് കറക്റ്റ് ആക്കണം. നമ്മൾ കുട്ടികളുടെ ടാലൻസ് കണ്ടെത്തിയിട്ട്, അതേപോലെ ഇതിന് താല്പര്യമില്ലാത്ത ഒരു തന്നെ പിടിച്ചു കൊടുത്തിട്ട് ഈ സിസ്റ്റത്തിൽ ഉള്ളിലിട്ടിട്ടും കാര്യമില്ല. നമ്മൾ ആക്ച്വലി ടാലന്റ് ഉള്ള ആളുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ നേർച്ചർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായി. ഓക്കെ, അപ്പൊ X&Yയുടെ ഒരു ബേസിക് കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ അജ്മൽ പറഞ്ഞിട്ട് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കണം. പൊട്ട ക്വസ്റ്റൻ ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കാം. നമ്മൾ യൂഷ്വലി ഒരു കുട്ടി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ആ കുട്ടിയുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിനെയാണ്. അത് കഴിഞ്ഞ് +2 വരുമ്പോൾ +2ന്റെ റിസൾട്ട് വരുമ്പോൾ ഇതേ കാര്യം പറയും, ഇത് ടേണിംഗ് പോയിന്റ് ആണ്, ഇതാണ് തീരുമാനിക്കുന്നത് നിന്റെ ലൈഫ് എങ്ങോട്ടാണ്. ഇപ്പൊ ഡിഗ്രി ഓർ എഞ്ചിനീയറിംഗ് അതിന് പോകുമ്പോഴും ഇത് തന്നെ പറയും. ശരിക്കും ആക്ച്വലി ഒരു കുട്ടിയുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്, ലൈഫിലല്ല എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ഇത് ഒന്നും ടേണിംഗ് പോയിന്റ് അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ എന്നുള്ളത്. നമുക്കൊരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്നുള്ളത് നല്ലൊരു ഭാവിയാണ്. ഇപ്പോൾ ഈവൻ ഞാൻ പറയുന്നത് ഒരു കുട്ടി ഇപ്പം എന്നോട് ഇപ്പം മഞ്ജുവിന് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ഒരു 6ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിന് ഒരു കുട്ടി IIT പോകണം എന്ന് തന്നെ നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്ന് പറയണം എന്നുള്ളത് നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കും. പക്ഷേ ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ ഇന്നത്തെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ എന്താണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബെറ്റായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്നുള്ളത്. അതാണ് ടേണിംഗ് പോയിന്റ് എന്നുള്ളതിനേക്കാളും ലൈക്ക് വാട്ട് വിൽ ബി ദ സേഫസ്റ്റ് ഓപ്ഷൻ. അതിന് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ നല്ലൊരു സ്ഥലത്ത് കുട്ടി എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നല്ലൊരു കോളേജിൽ, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കുട്ടി എത്തിക്കുക. അത് മേ ബി എഞ്ചിനീയറിംഗ് ആവാം, മെഡിസിൻ ആവാം, സയൻസ് ആവാം, ആർട്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, എന്തോ ആവട്ടെ.
നല്ലൊരു സ്ഥലത്ത് കുട്ടി എത്തിക്കുക. ഈ നല്ലൊരു സ്ഥലത്ത് കുട്ടി എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ല പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിലോട്ട് എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഞാൻ IIT മദ്രാസിൽ എൻ്റെ ബാച്ചിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു 130 ആളുകളാണ് ഏകദേശം ഉണ്ടായിരുന്നത്. എല്ലാവരും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഒന്നല്ല. ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തു, ഞാനിപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിലോട്ട് വന്നു. ഇതേപോലെ ഓണ്ടർപ്രണർഷിപ്പിൽ വന്നിട്ട് സ്വന്തം കമ്പനി ആമസോണിന് സെല്ല് ചെയ്ത ആൾക്കാർ എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സിവിൽ സർവൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എൻ്റെ ബാച്ചിലെ കേരള റാങ്ക് നമ്പർ 1 ഇപ്പോഴത്തെ ജോലി എന്നുള്ളത് ഹീസ് എ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഫസ്റ്റ് കേരള എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അവൻ ചിലപ്പോൾ കാണുന്നുണ്ടോ, ഞാൻ പറഞ്ഞത് വെച്ചാൽ പീപ്പിൾ ആർ ഇൻ ടു ഡിഫറെന്റ് സ്കിൽസ്. എന്ത് കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ആണ് നമ്മൾ കുട്ടികൾക്ക്, എക്സ്പോഷർ ആണ്, കോൺഫിഡൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നാളെ എൻ്റെ ഇപ്പൊ നമ്മൾ ജെൻ ആൽഫ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. ഇവര് വർക്ക് ചെയ്യാൻ പോകുന്ന കരിയേഴ്സിൽ 65% ഡസന്റ് എക്സിസ്റ്റ് നൗ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമുക്ക് തന്നെ അറിയാം നമ്മൾ എത്രത്തോളം ജോലികൾ ഇല്ലാതായി പോകുന്നു, പുതിയ എത്രത്തോളം ഇൻഫ്ലുവൻസർ എന്നുള്ളത്. നമ്മളാരും സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇൻഫ്ലുവൻസർ ആവണമെന്ന് ആരും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, കാരണം നമുക്കാർക്കും അറിയില്ല അങ്ങനെ ഒരു വാക്കേ ഇല്ല. എന്നാൽ ഇന്ന് ഇൻഫ്ലുവൻസർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് അത് അറിയാം, നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവിടെ നമുക്ക് ഷൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് ബെസ്റ്റായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടാൽ യു വിൽ ഗെറ്റ് റൈറ്റ് എക്സ്പോഷർ. എന്തോ ആവട്ടെ അതിലോട്ട് നിങ്ങൾക്ക് റൈറ്റ് എക്സ്പോഷർ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ പിയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിവിൽ സർവീസ് എക്സാം എടുക്കുക. ഇപ്പോൾ 2024 സിവിൽ സർവീസസ് എക്സാം റിസൾട്ട് വന്നപ്പോൾ ടോപ്പ് 10 റാങ്കിൽ വന്നത് 4 ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകളാണ്, 2 ആളുകൾ IIT പഠിച്ച ആളുകളാണ്, 2 ആളുകൾ NIT പഠിച്ച ആളുകളാണ്. ടോപ്പ് 10 നോക്കുകയാണെങ്കിൽ 8 ആളുകളും ഒരു ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ആളുകളാണ്. എന്തുകൊണ്ടായിരിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി ഇത്രയധികം സിവിൽ സർവീസ് ഹോൾഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം? അവിടെ അതിൻ്റെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. അവിടെ പഠിച്ചിറങ്ങിയ അലുമിനസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ എടുക്കാം. അപ്പോൾ നമ്മുടെ സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ CEO ആണ്, IIT കാൺപൂർ ഗ്രാജുവേറ്റ് ആണ്. അതേപോലെ ചേതൻ ഭഗത് എഴുത്തുകാരനാണ്, IIM ഗ്രാജുവേറ്റ് ആണ്. അരവിന്ദ് കെജ്രിവാൾ IIT ഗ്രാജുവേറ്റ് ആണ്, ഡൽഹി ചീഫ് മിനിസ്റ്ററാണ്, മുമ്പ് IRS ഓഫീസർ ആയിരുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള കരിയർ ഫീൽഡ്, ഈവൻ പൊളിറ്റിക്സിൽ പോകുന്നവരുണ്ട്, ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡപ്പ് കോമഡിയിലോട്ട് പോകുന്നവർ, എല്ലാത്തിനും പോകുന്ന ആൾക്കാർ. പക്ഷേ ഫോർ ദം ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ദെയർ വേ ആൻഡ് കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഈ 15 ലക്ഷം ആൾക്കാർ എഴുതിയ പരീക്ഷയിൽ നിന്ന് ഒരു 15,000-ന്റെ ഉള്ളിൽ വന്ന ആളാണ് ഞാൻ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ്, എന്ത് ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ ഒരു ഹൈ പേയിങ് ജോബൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനൊരു ഓണ്ടർപ്രണർഷിപ്പിലോട്ട് എന്ത് ധൈര്യത്തിൽ ഇറങ്ങണം, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ആ ഒരു, നമുക്ക് ലൈക്ക് വി ഹാവ് സംതിങ് ടു ഡു എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, നമുക്ക് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് പോലെ ഇപ്പം അൺലേൺ വിത്ത് അജ്മൽ എന്ന് പറയുന്ന താങ്കളുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു തംബ്നെയിലായിട്ട് കണ്ടൊരു പോയിന്റ് ഉണ്ട്. അത് ബീയിങ് ഒരു മാത്സിനോട് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളെന്ന രീതിയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തിരുന്നു. അതായത് ഹൈ ലിറ്ററസി, ലോ ഇൻ മാത്സ്. അതെന്താ അത് സാധനം? അത് ബേസിക്കലി എല്ലാവരും പറയുന്നതാണ്. അതൊരു ഇപ്പോൾ ഒരു 10 പേര് എടുത്താൽ അതിൽ ഒരു 4 പേർക്കെങ്കിലും മിനിമം മാത്സ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. മാത്സിന് അപ്പം മാത്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് താനും അല്ലേ? അപ്പോൾ വൈ ഇസ് ഇറ്റ് സോ? കേരളം പോലെ ഇത്രയും ഹൈ ലിറ്ററസി ഉള്ള ഒരു സ്ഥലത്ത് ഈ മാത്സിനോട് ഒരു ദേഷ്യം? മാത്സിനോട് കുട്ടികൾക്ക് ദേഷ്യം തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാത്സ് ടീച്ചേഴ്സാണ്. മാത്സിനോട് ദേഷ്യം റൈറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി നമ്മുടെ ഒരു 7th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കുന്നത് പലരും മാത്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഒന്നാമത് മാത്സ് പഠിപ്പിക്കുന്നത്. വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൽ ആൾ കൊടുത്തിട്ട് നിങ്ങൾ മാത്സ് പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടാമത് ഓരോ സിലബസ്, ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഒരു ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ? നമ്മൾ നന്നായി ഫിക്ഷൻ വായിക്കണം അല്ലെങ്കിൽ എഴുതണം. ഇങ്ങനെയാണ് നമ്മളൊരു ലാംഗ്വേജ് നന്നായി നമ്മളതിൽ എക്സ്പേർട്ട് ആവുന്നത്. മാത്സ് നമ്മൾ ചെയ്താണ് പഠിക്കേണ്ടത്. എന്നാൽ കേരളത്തിലെ ഒരു മാത്സ് പഠനം എന്ന് പറഞ്ഞാലും കേരള സിലബസിന്റെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു നോക്കുക, ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ബുക്ക് വായിക്കുന്ന പോലെയാണ് നമ്മൾ മാത്സ് ബുക്ക് വായിക്കുക. അത്രയും സിമ്പിൾ ആയിട്ടൊരു കഥ പോലെയാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മാത്തമാറ്റിക്സിന് ആവശ്യമായിട്ടുള്ള റിഗർ കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ഓൾ പാസ് സിസ്റ്റമാണ് നമുക്ക് കഴിഞ്ഞ വർഷം വരെ നിലവിലുണ്ടായിരുന്നത്. എല്ലാവരെയും പാസ്സാക്കി വിടും. എല്ലാവരും തോൽപ്പിക്കണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ അത് കാരണം എന്താ? കുട്ടികൾക്ക് എക്സാമിനോട് സീരിയസ്നെസ് ഇല്ല. എന്തിനും എക്സാം എഴുതണം, എന്തായാലും പാസ്സാവും, ഞാനീ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ മനസ്സിൽ വരുന്ന മൈൻഡ് സെറ്റാണ്. പിന്നെ എക്സാം വളരെ സിമ്പിൾ ആണ്. തലേ ദിവസം യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ചാനലിലൊക്കെ ലൈവ് കണ്ടുപോയാൽ എനിക്ക് പാസ്സാവാൻ പറ്റും. വലിയ മാർക്കൊന്നും വേണ്ട, കാരണം ഇതാരും ചോദിക്കാൻ പാസ്സായാൽ മതിയല്ലോ, റൈറ്റ്? ഇല്ലെങ്കിൽ ഗവൺമെന്റ് പാസ്സാക്കുകയും ചെയ്യും. ഓക്കെ, എക്സാം ഈ അടുത്ത് എന്നോട് ഒരു അധ്യാപകൻ എൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ നിങ്ങൾ പറഞ്ഞൊക്കെ വളരെ ശരിയാണ്. ഈ മൂല്യനിർണ്ണയം എന്നുള്ളത്, അതായത് ഇവാലുവേഷൻ എന്നുള്ളത് വലിയ കോമഡിയാണ്. അതായത് പച്ച എന്നുള്ളതാണ് ഒരു
ആൻസർ എങ്കിൽ, ഒരു ചോദ്യത്തിനുള്ള ആൻസർ എങ്കിൽ 1 മാർക്ക് ഉള്ള ചോദ്യത്തിന് ആൻസർ പച്ച എന്നാണ് എഴുതേണ്ടതെങ്കിൽ കുട്ടി പച്ചക്ക് പകരം പശു എന്ന് എഴുതിയാൽ 1/2 മാർക്ക് കൊടുക്കും. എന്നോട് ഒരു ഗവൺമെന്റ് സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞതാണിത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ വാല്യുവേഷൻ സിസ്റ്റം ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത്? കുട്ടിക്ക് ഇതിനൊന്നും പ്രത്യേകിച്ചൊരു വിലയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റിഗർ ഇല്ലാത്തതുകൊണ്ടാണ് എസ്പെഷ്യലി മാത്സിൽ നമ്മൾ പിന്നായി പോകുന്നത്. പ്രഥം എന്ന് പറഞ്ഞൊരു NGO ഉണ്ട്. അവർ ഓരോ 2 വർഷവും കേരളത്തിന്റെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിന്റെയും എഡ്യൂക്കേഷനെ സംബന്ധിച്ച് സർവേ നടത്തും. അതിൽ പറയുന്നത് ഇപ്പോൾ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഈ വലിയ മാത്സിനെ വെറുത്തു എന്ന് വിചാരിക്കും. എന്നാലും മാത്സിൽ നമ്മൾ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ആഡ് ചെയ്യാൻ അറിയണം, സബ്ട്രാക്ട് ചെയ്യാൻ അറിയണം, ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അറിയണം, ഒരു ബേസിക് ഓപ്പറേഷൻസ് അറിയണം. 2024 പ്രഥം സർവേ പ്രകാരം കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൽ 30% കുട്ടികൾക്ക് മാത്രമാണ് 2 നമ്പർ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അറിയാം. അതായത് 70% സ്റ്റുഡൻസിന് 2 നമ്പർ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. ഇത് ഒരു ഫാക്റ്റാണ്. ഇതേ കാര്യം നമ്മളൊരു ഹയർ ലെവൽ എത്തുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. അതായത് വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ് പറഞ്ഞാൽ 66,000 സ്റ്റുഡൻസ് ഓരോ വർഷവും കേരളത്തിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്നുണ്ട്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ, അതായത് റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടത് 300-ൽ 10 മാർക്കാണ്. 300-ൽ 10 മാർക്ക് ഉണ്ടെങ്കിൽ പാസ്, റാങ്ക് ലിസ്റ്റ് വരും. അതായത് നമ്മൾ ഈ കേൾക്കുന്ന 25,000 വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ 10 മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ശരിയാക്കേണ്ടത്. വെറും 3 ക്വസ്റ്റ്യൻസ് മാക്സിമം ശരിയാക്കുക. 2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ തെറ്റിക്കും ചെയ്യാം. ഇത് കിട്ടുന്നത് ബേസിക്കലി ഒരു 66,000 അല്ലെങ്കിൽ 70,000 ആളുകളിൽ 50,000 താഴെ ആളുകൾക്ക് മാത്രമാണ്. അതായത് +2 കഴിഞ്ഞ് ഇറങ്ങുന്ന സ്റ്റുഡൻസിന് ഒരു 10 മാർക്ക് പോലും ഇല്ലാത്ത ആളുകൾ. ഇവർ എഞ്ചിനീയറിംഗിന് പോയുള്ള അവസ്ഥ ആലോചിക്കുക. നമ്മുടെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇത്ര കുറയാനുള്ള റീസൺ എന്താണ്? ഇത്തരം ആളുകൾ എഞ്ചിനീയറിംഗിലോട്ട് വരുന്നതുകൊണ്ടാണ്. കുട്ടികൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് അൾട്ടിമേറ്റ്ലി ഒരു ലോവർ ലെവൽ മുതൽ ഹയർ ലെവൽ, കാരണം കോമൺ സെൻസിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത്. റൈറ്റ്? അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇനി മാത്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, ഇപ്പൊ കേരളത്തിലൊരു ഗവൺമെന്റ് ജോലിക്കുള്ള ഒരു PSC പരീക്ഷ പോലും ഭാവിയിൽ പാസ്സാവാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നുള്ളത്. മനസ്സിലായി. അപ്പൊ ടീച്ചേഴ്സ് ആദ്യം പ്രോപ്പർ ആവണമെന്നല്ലേ? ടീച്ചേഴ്സ് സിലബസ് കറക്റ്റ് ചെയ്യണം, റൈറ്റ് ടീച്ചേഴ്സിനെ വേണം. പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ എന്തിനാണ് എന്നുള്ള ഒരു ധാരണ, ഒരു മിനിമം ധാരണ നമ്മൾ കൊടുക്കണം. മനസ്സിലായി. അപ്പൊ ഇതിന് എല്ലാത്തിനും ഒന്നും സൊല്യൂഷൻ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ബേസിക് ആയിട്ടൊരു സൊല്യൂഷൻ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ മാറ്റാൻ പറ്റുമെന്ന് തോന്നിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നമ്മുടെ സിലബസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പോൾ CBSE സിലബസ് ഉണ്ട്, അതേപോലെ തന്നെ NCERT സിലബസ് ഉണ്ട്, അതേപോലെ തന്നെയുള്ള നമ്മൾ ഈവൻ തമിഴ്നാട്ടിലെ സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അതൊക്കെ വളരെ നമ്മളെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള സിലബസ് ആണ് തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അവിടുന്ന് ബെറ്റർ റിസൾട്ട് ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഈവൻ തമിഴ്നാടൊക്കെ ഇപ്പോൾ നീറ്റിനെയും ഇത്തരം എക്സാംസിനൊക്കെ ഹൈലി ഓപ്പോസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ്. എന്നിട്ട് പോലും അവിടുന്ന് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ബെറ്റർ റിസൾട്ട് വരാനുള്ള റീസൺ എന്നുള്ളത് അവരുടെ സിലബസ് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത്, നല്ല ടാലന്റിനെ നേരത്തെ കണ്ടെത്തിയിട്ട് ചില ആളുകൾക്ക് സ്കൂൾ എന്നുള്ളത് ഒരു മാസസിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിൽ നിന്ന് നമ്മൾ ടാലൻസിനെ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഏത് മേഖലയിലും നമുക്ക് ബെറ്റർ ആവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി മാത്സും സയൻസും IITയും അല്ലെങ്കിൽ നീറ്റും ഒക്കെ വിടുക. നമ്മൾ IPL എടുക്കുക. IPL ഇപ്പോൾ കളിക്കുന്ന എത്ര മലയാളികളുണ്ട്? സഞ്ജു സാംസൺ ഉണ്ട്, അതേപോലെ നമ്മളിപ്പോൾ വിഘ്നേഷ്, സച്ചിൻ ദേവ്, ഇങ്ങനെ 3-4 ആളുകളാണ് ആകെ കേരളത്തിന് IPL ടീമിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, എത്രയോ പ്ലേയേഴ്സ്, ടോട്ടൽ ഒരു 500-600 പ്ലേയേഴ്സ് ടോട്ടൽ IPL കളിക്കുന്നില്ല. അതിന് വെറും 4 മലയാളികൾ മതിയോ? എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത്? ഈ ക്രിക്കറ്റിൽ ടാലന്റ് ഉള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല, നേർച്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആവറേജ് ആക്കുക എന്നുള്ളതാണ്. അതായത് ആരെങ്കിലും താഴെ ഉണ്ടെങ്കിൽ അവനെ കുറച്ച് മേലെ എത്തിക്കണം, ആരെങ്കിലും മുകളിലോട്ട് പോകണമെങ്കിൽ അവനെ പിടിച്ച് താഴത്തേക്ക് വലിക്കണം. അതൊരു സോഷ്യലിസം നമ്മൾ എഡ്യൂക്കേഷനിൽ നടപ്പിലാക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഒരു സിസ്റ്റം മാറണം. നല്ല ടാലന്റുകൾ ഉണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ നേർച്ചർ ചെയ്യേണ്ടി വരും. സയൻസിലാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും, മാത്സിലാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും, സ്പോർട്സിലാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ നല്ല ടാലന്റുകളെ കണ്ടെത്തിയിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ, ഇന്നിപ്പോൾ AI പുതിയ ടെക്നോളജീസ് ഒക്കെ വരുമ്പോൾ അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ. 2, ഇനി എന്തിനായിട്ടാണ് അവർ പോകുന്നത് അതിനവരെ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. ആരായാലും നമ്മൾ ഒരു ഫീൽഡിലെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ എടുത്ത് നോക്കിയാൽ അവർ ആ ഫീൽഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന 14 വയസ്സുകാരനായിട്ടുള്ള പയ്യൻ കളിച്ച് ഫസ്റ്റ് ബോൾ 6 അടിക്കുന്നു. 14 വയസ്സിൽ അവൻ എത്തണം എന്നുണ്ടെങ്കിൽ അവൻ എത്ര വയസ്സിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് അവനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെയിനോ അല്ലല്ലോ, അവന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഇതേപോലെ സയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. XNY അതിനുള്ളതാണ്. സയൻസ് ഇഷ്ടപ്പെടുന്ന, മാത്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നേരത്തെ അവരതിലും ഏറ്റവും ബെസ്റ്റായി മാറാനുള്ളതാണ് XNY ലേണിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോം. മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പൊ കേരള ലിറ്ററസിയിൽ നമ്മളിപ്പോ പറയുന്നത് പോലെ കേരളം പോലെ ഇപ്പൊ ഹൈ ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിൽ ഇപ്പോഴും വി ഹാവ് അൺഎംപ്ലോയ്മെന്റ്. അതൊരു വലിയ പ്രശ്നമാണ് നമുക്ക്. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ? അതും ഇതേ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ മേലോട്ട് പോവാണ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞു, 10 മാർക്ക് മാത്രമുള്ളവൻ എഞ്ചിനീയറിംഗിന് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അവനവിടെ ശോഭിക്കാൻ പറ്റില്ല, അവൻ എംപ്ലോയബിൾ ആവും. ഇല്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, അവൻ എംപ്ലോയബിൾ ആവും. ഒരു കുട്ടി ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു കോഴ്സിന് ആരെങ്കിലുമൊക്കെ, അതായത് പിന്നെ നമ്മൾ ട്രെൻഡുകളെ ഫോളോ ചെയ്യുന്നു. കുറച്ച് ആളുകൾ വിദേശത്ത് പോകുന്നു, അപ്പോൾ നമ്മൾ വിദേശത്ത് പോവുക. കുറേ ആളുകൾ എഞ്ചിനീയറിംഗിന് പോകുന്നു, അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിന് പോകും. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ നേഴ്സാവും. ഈ ഒരു ട്രെൻഡിന് പിറകെ പോയാൽ ലൈക്ക് ഫസ്റ്റ് പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പൊ ആദ്യം വിദേശത്ത് ഫസ്റ്റ് പോയിരുന്ന ആൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പൊ പറയുന്ന കുട്ടികളെ, ഇപ്പൊ വരുന്ന കുട്ടികളൊക്കെ എന്താ വലിയ കടത്തിലായിട്ട് അവർ പല ആൾക്കാരും തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ പെർമനന്റ് റെസിഡൻസി കൊടുക്കുന്നില്ല, പുതിയ പ്രശ്നങ്ങൾ വരുന്നു. റൈറ്റ്? അപ്പോൾ നമ്മളിങ്ങനെ ട്രെൻഡിനൊപ്പം പോവുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു ആളുകളുടെ പാഷൻ കണ്ടെത്തി, അവരുടെ സ്കിൽസ് കണ്ടെത്തി അവരെ നഴ്ച്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. 2 സോഫ്റ്റ് സ്കിൽസ് ആണ്. നമ്മൾ ഏത് സ്ഥലത്ത് എത്തിയാലും നമ്മൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് സ്കിൽസ് വേണം. ആ സോഫ്റ്റ് സ്കിൽസ് പല ആളുകൾക്കും ഇന്നില്ല. റൈറ്റ്? അപ്പോൾ നമ്മുടെ യൂത്തിന് അങ്ങനത്തെ ഒരു സോഫ്റ്റ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാവുന്ന അവന്യൂസ് നമ്മൾ ഉണ്ടാക്കണം. അത് കുറവാണ്. റൈറ്റ്? അപ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്നുള്ളൊരു ബോധ്യം, ഒരു മോട്ടിവേഷൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഇതൊന്നും പഠിച്ചില്ലെങ്കിലും പാസ്സാവുന്നുണ്ട്, ഇത് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പഠനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സെറ്റായി പോയാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയാൽ മതി. സെറ്റ് ആവണമെന്നും ആർക്കുമില്ല. അങ്ങനെ സെറ്റായി പോകണമെന്നോ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഗ്രോത്ത് വേണമെന്നൊന്നും പലപ്പോഴും പല ആളുകൾക്കും ഇല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഇടക്കൊന്ന് അടിച്ചു പൊളിച്ച് കുഴപ്പമില്ലാതെ എന്ത് ചെയ്യണം, നല്ല ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്കൊരു നല്ല ഡ്രസ്സൊക്കെ വാങ്ങി ജീവിക്കണം എന്നുള്ളത് പല ആളുകൾക്കും ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ തന്നെ കുറെ നല്ല വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പൊ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം മീ ആസ് എ പാരന്റ് എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല എൻ്റെ കുട്ടിക്ക് എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ ആഗ്രഹമുള്ളത് എന്ന്. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള, ഇപ്പൊ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഞാൻ ഡോക്ടർ ആവണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഡോക്ടർ അല്ല. അപ്പൊ എപ്പോഴാണ് കുട്ടികളുടെ ആഗ്രഹങ്ങൾ ആസ് എ പാരന്റ് നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ നർച്ചർ ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം? ഏത് സമയത്തും തുടങ്ങാന്നുള്ളതാണ്. അതായത് ഒരു പാരന്റിന്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മേ ബി ഈവൻ ഒരു ചെറിയ പ്രായത്തിലൊന്നും അവര് നമുക്ക് ചെറുപ്പത്തിൽ പൈലറ്റ് ആവണം എന്ന് ആഗ്രഹം, ട്രെയിൻ ഓടിക്കുന്ന ആളാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതെന്തുകൊണ്ട്? അതിനെക്കുറിച്ച് നമുക്ക് അത്ര ചിന്തിക്കാൻ അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അത് ആഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് നല്ലതാണ്. പക്ഷെ അപ്പൊ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇവഞ്ച്വലി നമ്മൾ പല ഏരിയാസിന് കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുക, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകൾ എക്സ്പോഷർ കൊടുക്കുക, പല പ്രൊഫഷനിലുള്ള ആളുകളുമായിട്ട് സംസാരിപ്പിക്കുക. അവർ ഇവഞ്ച്വലി മനസ്സിലാക്കുന്നത് അവർക്ക് എന്ത് വേണം എന്നുള്ളത്. ഈ എക്സ്പോഷർ കൊടുത്തിട്ട് അവര് മേ ബി ഒരു 15 അല്ലെങ്കിൽ 14 അവർ പറയുന്ന ഫീൽഡ് എന്താണോ അതിലെ ഏറ്റവും ബെസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് സ്ഥലത്തോട്ട് അവരെത്തിക്കുക. അത് പഠിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തോട്ട് എത്തിക്കുക. അത് തന്നെ ആയിരിക്കണം എന്നില്ല അവരെ കരിയർ, നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യാം. പക്ഷെ ആ ചേഞ്ച് ചെയ്യുന്നത് നാവിഗേറ്റ് ചെയ്യാൻ റൈറ്റ് പ്ലേസിൽ, അതായത് വാട്ട് എവർ ദേ ഡു അവർ അതിനുള്ള റൈറ്റ് ദ ബെസ്റ്റ് പ്ലേസിൽ എത്തുക എന്നുള്ളത് അതാണ് ലേണിംഗിന്റെ ലക്ഷ്യം എന്നുള്ളത്. നമ്മളെ കുട്ടികളെ ഏറ്റവും ബെസ്റ്റ് പ്ലേസസിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസസിൽ എത്തിക്കാം. ദെൻ ദേ വിൽ ഫിഗർ ഔട്ട് വാട്ട് ടു ഡു എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ 5ലോ 6ലോ ഒന്നും പഠിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ ഇനി ഭാവിയിൽ ഇവൻ കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഏത് പാരന്റ് ആണ് അവരുടെ കുട്ടികൾക്ക് വേണ്ടി XNY ലേണിംഗിനെ സമീപിക്കേണ്ടത്? അതായത് നിങ്ങളുടെ കുട്ടി ഒരു UP ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം, മേ ബി ഒരു ക്ലാസ് 5 to 10 ഉള്ള സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം. ഇഫ് യു ഫീൽ ദാറ്റ് ദേ ആർ ടാലന്റഡ് ഇൻ സയൻസ് ഓർ മാത്സ്, ഇതൊരു പാരന്റിന് റെഡിലി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അവന്റെ സ്കൂളിലെ പെർഫോമൻസ് സ്കൂളിലെ പെർഫോമൻസ് മേ ബി മാർക്കല്ല, പക്ഷെ അവന് കാര്യങ്ങൾ ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി XNY ലേണിംഗ് ഈസ് ഹിയർ ഫോർ യു. നിങ്ങളൊരു സയൻസ് മാത്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയും പാരന്റും ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്. നമ്മളെ ക്ലാസ്സസ് എടുക്കുന്നതൊക്കെ IITians NITians ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതായത് ഈ ഒരു പാത്ത് ട്രാവേഴ്സ് ചെയ്ത ആളുകളാണ്, യങ് ആൻഡ് നല്ല റാങ്കുകൾ നേടിയ ആളുകളാണ്. ആൻഡ് വി ഹാവ് എ ഗുഡ് മെന്റർഷിപ്പ് സിസ്റ്റം.
അതായത് ഒരു ഫസ്റ്റ് ലെവൽ ടീച്ചേഴ്സ് എന്നുള്ളത് ഈ IITs NITs ഡോക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ലെവൽ അവർക്ക് മെന്റേഴ്സ് ഉണ്ടാവും. ഈ മെന്റേഴ്സ് അവരുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പാരൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കുന്നിടത്തും കുട്ടിയുടെ ഒരു അഭിരുചി മനസ്സിലാക്കുന്നിടത്തും ഈ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു മെന്റർഷിപ്പ് സിസ്റ്റം നമുക്കുണ്ട്. ആൻഡ് അപ്പോൾ നമ്മുടെ കുട്ടികളെ റൈറ്റ് ആയിട്ട് നെർച്ചർ ചെയ്ത് ഒരു 10th വരെ കൊണ്ടുപോവുക. ആൻഡ് ആഫ്റ്റർ 10th വി ഹാവ് എ JEE പ്രോഗ്രാം. JEEക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ വി ഹാവ് എ JEE പ്രോഗ്രാം വിച്ച് ഇസ് ലെഡ് കംപ്ലീറ്റ്ലി ബൈ IITians. ആൻഡ് ഈ ഫൗണ്ടേഷൻ എന്നുള്ള JEEക്ക് വേണ്ടി മാത്രമല്ല, നീറ്റ് മറ്റ് സയൻസ് ആൻഡ് മാത്സിലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമ്മുടെ ഫൗണ്ടേഷൻ സൂട്ടബിൾ ആണ്. ആൻഡ് ഇതാണ് ഒരു ഇങ്ങനെയുള്ളൊരു ഒരു പാരന്റ് ആൻഡ് സ്റ്റുഡന്റ് ആണ് XNYയെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സയൻസിനും മാത്സിനും ഒരു താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചൂസ് ചെയ്യരുത്. അവരുടെ വഴിക്ക് അവരെ വേറൊരു വഴിക്ക് അവരെ വിളിക്കാം. ഓക്കെ, മനസ്സിലായി. ഇപ്പൊ XNY ചൂസ് ചെയ്തു എന്ന് വിചാരിക്കും. ഒരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരന്റ് കുട്ടിയെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു. ഷീ ഓർ ഹീ ഈസ് വെരി ഗുഡ് വിത്ത് മാത്സ്, സയൻസിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. പിന്നത്തെ ഒരു പ്രോസസ്സ് എന്താ? ഇത് എത്ര നാൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ്? ഇത് അവരുടെ സിലബസുമായി അലൈൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലൈക്ക് എ ട്യൂഷൻ? ട്യൂഷൻ എന്നുള്ളതല്ല. ട്യൂഷൻ എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ലോഡ്, ഒരു എക്സ്ട്രാ ഭയങ്കരമായിട്ട് സ്കൂൾ എന്തോ പഠിപ്പിക്കുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നത് വേറെ, കംപ്ലീറ്റ് വേറെ. നമ്മൾ നോർമൽ ട്യൂഷൻ അല്ല. അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്നത് വീണ്ടും ഒരു തത്തമ്മ പൂച്ച എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു സംഭവം അങ്ങനല്ല. നേരെ മറിച്ച് അവരൊരു MCQ ബേസ്ഡ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നൽകി നമ്മളൊരു 3 ലെവൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് ഒരു ലെവൽ 1 എത്തുമ്പോഴേ തന്നെ അവർ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സെൽസ് എന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അതിൽ കഴിയും. ലെവൽ 2 ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലോട്ട് പോകും. നമ്മൾ കുറച്ച് കണക്ഷൻസ് ഹയർ ക്ലാസ്സസുമായി ഇട്ടു. കാരണം നമ്മുടെ സിലബസ് ആക്ച്വലി വളരെ കുറവാണ്. കുട്ടികളുടെ കേപ്പബിലിറ്റി വളരെ കൂടുതലാണ്. ഈ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഒരു കോഗ്നിറ്റീവ് ലോഡ് അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ബ്രെയിനിന് കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു 50 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ല് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ അത് പോയി എടുക്കാൻ ശ്രമിച്ചാൽ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. എന്നാൽ ഞാൻ 2 മാസം ജിമ്മിലൊക്കെ പോയിട്ട് ഞാൻ എന്നാൽ അത് സിമ്പിൾ. അതെ, അതേപോലെ തന്നെയാണ് ഈ എക്സാമിന് സംഭവിക്കുന്നത്. ഈ ബ്രെയിൻ എന്ന് പറഞ്ഞ സംഭവം മസിൽസ് പോലെ തന്നെയാണ്. ഇത് വർക്ക് ചെയ്താലേ ബ്രെയിൻ ബെറ്റർ ആയിട്ട് വരുള്ളൂ. ഇപ്പൊ കുട്ടികൾക്ക് അത് വർക്ക് ചെയ്യിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. റോട്ട് ലേണിംഗ് സിസ്റ്റം ആണ്. കുറെ കാണാതെ പഠിച്ച് എന്തൊക്കെയോ എഴുതണം, എഴുതിയില്ലെങ്കിലും മാർക്ക് കിട്ടും. അപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യിക്കേണ്ട റെവന്യൂസ് വരുന്നില്ല. നമ്മൾ കുറച്ച് കോഗ്നിറ്റീവ് ലോഡ് സ്റ്റുഡൻസിന് കൊടുക്കണം. കോഗ്നിറ്റീവ് ലോഡ് എന്നാണ് അതിന് സയന്റിഫിക്കലി പറയുന്നത്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുക. ഒരു MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. ഒരു ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ JEE ലെവലിലൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. കാരണം അതിലോട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഇതൊരു പ്രോസസ്സ് 6th 7th 8th 9th 10th നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഈവൻ ചില കുട്ടികളുണ്ട് 6th തന്നെ വന്ന് 6th സ്കൂളിൽ പഠിച്ചിട്ട് 7th 8th കണ്ടന്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. വളരെ മെഡിക്കലായിട്ടുള്ള എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ആളുകളുണ്ട്, റൈറ്റ്? അങ്ങനത്തെ ആളുകളുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ഡിഫറെന്റ് നീഡാണുള്ളത്. ആ ഡിഫറെന്റ് നീഡിനനുസരിച്ച് നമുക്ക് കാറ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും, റൈറ്റ്? ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്. അതായത് ഇപ്പൊ 6th ഏത് ക്ലാസ്സിലാണോ നിങ്ങൾ തുടങ്ങുന്നത് ടിൽ 10th അവരുടെ ഒരു നെക്സ്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വരെ യു ഗൈസ് അതെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ 6th വന്നു, കുട്ടി വിചാരിക്കുകയാണ് അതിന് ഈ പറഞ്ഞ മാതിരി ഈ കാര്യങ്ങളൊന്നും സെറ്റ് ആവുന്നില്ല, വിചാരിച്ച പോലെ സെറ്റ് ആവുന്നില്ല, അപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവാം. ജനറലി അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു മൈന്യൂട്ട്, പക്ഷെ ഭൂരിഭാഗം കുട്ടികളും ദേ ആർ ആക്ച്വലി വെരി ഗുഡ്. ഇത് നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യാത്ത, അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നഴ്ച്ചറിങ് കൊടുക്കാത്തത് കൊണ്ടാണ്. റിട്ടൻഷൻ റേറ്റ് ഈസ് ക്ലോസ് ടു 80%, which is like very high in the industry. കാരണം അത്രയും സ്റ്റുഡൻസ് നമുക്ക് ഓരോ നെക്സ്റ്റ് ഇയറിലോട്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായി. ഓക്കെ, ശരി. അപ്പൊ അതായത് ഇപ്പൊ 6th പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞതുപോലെ XNY 6th മാത്രമല്ല, ഒരു കുട്ടി 8th ആണെന്നുണ്ടെങ്കിൽ 8th ജോയിൻ ചെയ്യാം, 9th ജോയിൻ ചെയ്യാം. കാരണം അവരുടെ സിലബസുമായി അലൈൻ ചെയ്തുകൊണ്ട് അവർക്ക് എന്തില്ല, ഇനി വേറെ എന്തോ പഠിക്കാണ്ടെന്നുള്ള പ്രശ്നമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ജോയിൻ ചെയ്ത് ഏത് ക്ലാസ്സിലാണെങ്കിലും കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ ഹി ഓർ ഷീ ഡസന്റ് നീഡ് ആൻ എക്സ്ട്രാ ട്യൂഷൻ അല്ലേ? വേറെ ട്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. സയൻസ് ആൻഡ് മാത്സ് എസ്പെഷ്യലി അവർക്ക് വേറെ ട്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി എങ്ങനെ ജോയിൻ ചെയ്യാം? എന്താണ് ഇതിന്റെ ഒരു പരിപാടികൾ? ജോയിൻ ചെയ്യാനും നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവർ അക്കാഡമിക് കൗൺസിലേഴ്സ് വിൽ ടോക്ക് വിത്ത് യു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മേ ബി യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ആൻ എക്സാം. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എവിടെ നിൽക്കുന്നു, ആഫ്റ്റർ ദ കോഴ്സ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മീൻവൈൽ അവരെ ആ ഒരു പ്രോസസ്സിൽ വേറെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ എഴുതിപ്പിക്കും. ഇപ്പോൾ ഒളിമ്പിയാഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെ സ്റ്റുഡൻസ് ആണ് USS NMMS പോലത്തെ എക്സാംസ് ഉണ്ട്. വേറെ പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്ന ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട്. അവർ ഹൈസ്കൂൾ ലെവൽ തന്നെ ഇത്തരം എക്സാംസ് ഒക്കെ നമ്മൾ പരമാവധി എഴുതിപ്പിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ കൊടുക്കും. ഓക്കെ. അപ്പൊ ലെറ്റ് ദിസ് ബി ഒരു റിയാലിറ്റി. ഈ കേട്ടതൊക്കെ ഞാൻ പറയുന്നത് പോലെ ഇതൊക്കെ ഒരു റിയാലിറ്റി ആയിരിക്കട്ടെ, കുട്ടികൾക്ക് അത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ. ആൻഡ്
ബിഫോർ വൈൻഡിങ് അപ്പ് ഒരു പാരന്റ് നമ്മൾ അല്ല റിയാലിറ്റി ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു 50 സ്റ്റുഡൻസ് വി ആർ ദർ ടിൽ ഒരു 3000 സ്റ്റുഡൻസ് നൗ. മെനി ഓഫ് അവർ സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് ഇൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് നൗ. മെനി ഓഫ് ദം ക്രാക്ട് ജെ ഇൻ ദർ ഫസ്റ്റ് ചാൻസ്. ആൻഡ് ഞാൻ ഒരു 4 മാസം മുമ്പ് ഞാൻ IIT മദ്രാസിൽ എൻ്റെ വൈഫിൻ്റെ ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ പോയി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ 2015 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. 2024 ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ വന്ന് പറഞ്ഞു, സാർ നിങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മൾ 10 വർഷം കൊണ്ട് നമ്മൾ പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ ഒരു 6 ആളുകളെ ഞാൻ കണ്ടു X and Y പഠിച്ചിറങ്ങിയിട്ടുള്ളത്. ഗുഡ് ജോബ്. അതെ, അപ്പൊ വിചാരിച്ചതിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി വിചാരിച്ച ഒരു എയിമിലേക്ക്. കാരണം നമ്മൾ റൂട്ട് കോസിനാണ് ചികിത്സിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഫിക്സ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ ഈ തോട്ട് പ്രോസസ്സ് വളരെ നല്ലതാണ്. അത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും ഏറ്റവും ഹെൽപ്ഫുൾ ആവട്ടെ. ബിഫോർ വൈൻഡിങ് അപ്പ്, ആസ് എ പാരന്റ് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പാരന്റ്സ് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കോ? പാരന്റിങ്ങിനെ കുറിച്ച് എസ്പെഷ്യലി എഡ്യൂക്കേഷനിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വാചകം, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ മദർ ഒരു പാരന്റിങ് ക്ലാസ്സിൽ കേട്ടൊരു സംഭവം ഞാൻ അന്ന് മേ ബി കട്ട് കേട്ടതാണ്. അത് ഇതാണ്, ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ. നിങ്ങളാകുന്ന പാരന്റ്സ് ആകുന്ന ടാങ്കിലുള്ളതേ ടാപ്പിലോട്ട് എത്തുകയുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നമ്മുടെ കുട്ടികളിലോട്ട് എത്തുക. നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് അവെയർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അവെയർ ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഡു മച്ച് ബെറ്റർ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ സാധാരണ കുട്ടികളോട് ചോദിക്കും, നിങ്ങളുടെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങളുടെ പാരൻസിന് എത്ര ആളുകളുടെ പാരൻസിന് പരാതിയുണ്ട്? 80% കുട്ടികളും കൈപോക്കും. എല്ലാവർക്കും പരാതി ഉണ്ടല്ലോ കുട്ടികളുടെ ഫോണിൽ. എന്നിട്ട് ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ പാരൻസിന്റെ ഫോൺ ഉപയോഗത്തെ കുറിച്ച് നിങ്ങൾക്ക് എത്ര ആൾക്ക് പരാതി ഉണ്ട്? 80% തന്നെ കൈപോക്കും. ഇതാണ് ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. അതെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഫോൺ ഉപയോഗം എന്നുള്ളത്. നമ്മൾ ഒന്നും കുട്ടിയുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചെയ്യാതെ നമ്മൾ കുട്ടിയുടെ ഫ്യൂച്ചർ ഏതെങ്കിലും ഒരു സ്കൂളിൽ കൊണ്ടുപോയി നല്ല സ്കൂളിൽ നല്ല ഫീസ് കൊടുത്ത് ചേർത്തത് കൊണ്ട് മാത്രം കുട്ടി ബെറ്ററായി വരും എന്നുള്ളത് നമ്മൾ ആരും വിചാരിക്കേണ്ട, സ്വപ്നം കാണണ്ട. പാരന്റിങ് വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് എഡ്യൂക്കേഷനിലായാലും ഹാബിറ്റ് ഫോർമേഷനിലായാലും എന്ത് കാര്യത്തിലായാലും അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മൾ എത്രയോ കോഴ്സുകൾ എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ഒരു കുട്ടിയെ വളർത്തുക എന്നുള്ളതും ശരിക്കും ഒരു കോഴ്സായി പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം നമ്മൾ യൂട്യൂബിൽ എത്രയോ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിനെ കാണുന്നു, എത്രയോ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരു IIT കുറിച്ച് എത്ര പാരൻസിനെ അറിയാം, അല്ലെങ്കിൽ ഒരു ഐസറിനെ കുറിച്ച് എത്ര പാരൻസിനെ അറിയാം? ഇത്തരത്തിലുള്ള എയിംസിൽ ഒരു ഡോക്ടറാൻ വേണ്ടിയിട്ട് ഒരു വർഷം 1200 രൂപ ഫീസ് കൊടുത്താൽ മതി എന്നുള്ളത് എത്ര പാരൻസിനെ അറിയാം? ഇത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ 8-10 ലക്ഷം രൂപ ഫീസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത്. അവയർനെസ് ഈസ് ദ ഫസ്റ്റ് തിങ്, റൈറ്റ്? ദ കീ. ആ അവയർനെസ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ലെവലിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഹ്യൂജ് സ്റ്റെപ്പ്. അപ്പോൾ ഒന്നുമില്ല, പത്രത്തിൽ വരുന്ന ഒരു എഡ്യൂക്കേഷൻ കോളം ആഴ്ചയിൽ 3 ദിവസം വരുന്നത് എങ്കിലും ഒന്ന് നമ്മൾ നോക്കുക. യൂട്യൂബിൽ ഇതാ അങ്ങനെ ഞാനടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു, നമ്മളൊക്കെ കേൾക്കുക, ഫോളോ ചെയ്യുക. യു വിൽ ഗെറ്റ് ആൻ ഐഡിയ എന്ന്. ഇപ്പൊ ഈ പറഞ്ഞതിൽ ഈ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ പറഞ്ഞത് വളരെ ലിമിറ്റഡ് കാര്യങ്ങളാണ്. ഇതിലും കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് അൺലേൺ വിത്ത് അജ്മലിൽ കാണാം. പിന്നെ അതല്ല എന്തെങ്കിലും ഡൗട്ടുകൾ പേഴ്സണലി ചോദിക്കണമെന്നുണ്ടെങ്കിൽ യു ആർ ആക്റ്റീവ് ഇൻ ഇൻസ്റ്റാഗ്രാം ആസ് വെൽ. ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഒന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം ഐഡി ഓൾസോ അൺലേൺ വിത്ത് അജ്മൽ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞത് മാതിരി അജ്മലെ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷന് നിങ്ങളെ കൊണ്ട് മാക്സിമം ഹെൽപ്പ് ഉണ്ടാവട്ടെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.